കോതമംഗലം നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി UDFന്റെ നേതൃയോഗം നടത്തി. അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്ന് വിജയം ഒറ്റ ലക്ഷ്യമാക്കി എല്ലാവരും പ്രവർത്തിക്കണമെന്ന് KPCC അംഗം AG ജോർജ് പറഞ്ഞു. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതിനായാണ് നേതൃയോഗം ചേർന്നത്. നിയോജകമണ്ഡലം മുതൽ താഴെത്തട്ട് വരെ നടത്തേണ്ട വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. ബുധനാഴ്ച വൈകുന്നേരം 4-ന് കോതമംഗലത്ത് സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറത്തിന്റെ റോഡ് ഷോ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. 24-ാം തീയതി നിയോജകമണ്ഡലം കൺവെൻഷൻ നടത്തും. KPCC മെമ്പർ AG ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. അഭിപ്രായ വ്യത്യാസങ്ങളും നെഗറ്റീവ് കമന്റുകളും ഒഴിവാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ഇലക്ഷൻ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നെഗറ്റീവ് കമൻസ് പല സ്ഥലത്തു നിന്ന് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്ന് പലരും പല രീതിയിലും തമാശയായിട്ട് തന്നെ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ മറന്നേക്കുക. ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് വിജയിക്കാനുള്ള വർത്തമാനം മാത്രം വായിന്ന് വരികയും പ്രോത്സാഹനജനകമായ രീതിയിലേക്ക് സംസാരിക്കുകയും കൂട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ബന്ധുക്കളെ പറഞ്ഞ് മനസ്സിലാക്കുകയും അയൽവക്കക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു വിജയം ഉറപ്പിക്കുക എന്നുള്ള ചുമതലയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ആ ചുമതല നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളോടെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ യാചിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കണം. കോതമംഗലമാണ് സ്ഥലം. കോതമംഗലത്തെ നഷ്ടപ്പെട്ട 2 തവണയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പുള്ള നിർദ്ദേശങ്ങൾ അച്ചട്ടായിട്ട് പ്രവർത്തിക്കാനും. നിയോജകമണ്ഡലം ചെയർമാൻ TU കുരുവിള അധ്യക്ഷത വഹിച്ചു. ഷിബു തെക്കുംപുറം, ഷമീർ പനക്കൽ, ബോബൻ ജേക്കബ്, EM മൈക്കിൾ, AG ജോർജ്, KP ബാബു, ഇബ്രാഹിം കവല, PK മൊയ്തു, ബാബു ഏലിയാസ്, അബു മൊയ്തീൻ, MS എൽദോസ്, PM സക്കറിയ, AT പൗലോസ്, മാത്യു ജോസഫ്, AC രാജശേഖരൻ, ഭാനുമതി രാജു, ജെസ്സി സാജു, പ്രിൻസ് വർക്കി, ബാബു പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം.